അക്കൗണ്ട് മരവിപ്പിക്കലിലൂടെയും പണം പിടിച്ചെടുക്കലിലൂടെയും സാമ്പത്തിക പ്രതിസന്ധിയിലായ കോൺഗ്രസിന് വീണ്ടും എട്ടിന്റെ പണിയുമായി ആദായ നികുതി വകുപ്പ്. 2017-18 മുതൽ 2020-21 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയുമടക്കം 1700 കോടി രൂപ ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് പുതിയ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇക്കാലയളവിലെ നികുതി പുനർനിർണയിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലെ പുനർനിർണയത്തിനുള്ള കാലാവധി മാർച്ച് 31 അവസാനിക്കും. അതിനു മുമ്പ് പുനർനിർണയം നടത്തിയ പിഴയും പലിശയും അടക്കം മറ്റൊരു നോട്ടീസ് കൂടി കോൺഗ്രസിന് നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ അനുബന്ധ രേഖകൾ ഇല്ലാതെയാണ് നോട്ടീസ് കൈമാറിയതെന്നും നീക്കം ജനാധിപത്യ വിരുദ്ധമാണെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. നിശ്ചിത വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് 2018-19 സാമ്പത്തിക വർഷത്തെ നികുതി, കുടിശ്ശിക, പലിശ എന്നീ ഇനങ്ങളിലായി 135 കോടി രൂപ ഡൽഹിയിലെ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ആദായ നികുതി വകുപ്പ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു. ഒന്നാം ഘട്ട പ്രചാരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ പോലും തുറക്കാൻ സാധിക്കാത്തത്ര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിൽ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം ഉൾപ്പെടെ കുറയാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ സാമ്പത്തികമായി തകർക്കാൻ BJP ഗൂഢനീക്കം നടത്തുന്നുണ്ടെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത്. അക്കൗണ്ട് മരവിപ്പിച്ചതോടെ ഇലക്ഷൻ പ്രചാരണ നൽകാൻ പോലും പണം പാർട്ടിയുടെ കയ്യിലില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന തുക 95 ലക്ഷമാണെന്നിരിക്കെ 25 ലക്ഷം പോലും കയ്യിലില്ലെന്നും പ്രവർത്തകർ മുണ്ട് മുറുക്കിയെടുത്താണ് പ്രചാരണത്തിന് ഇറങ്ങുന്നതെന്നും കെ മുരളീധരൻ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭീമമായ തുകയുടെ പുതിയ നോട്ടീസ് ലഭിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കോടികൾ സ്വന്തമാക്കിയ BJP ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നതും മറുവശത്ത് ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പിൽ EDക്ക് പുറമെ ആദായ നികുതി വകുപ്പിനെയും CBIയും ആയുധമായി ഉപയോഗിക്കുകയാണ് BJP. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേന്ദ്ര നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ആവേശത്തിന് NDA നേടുന്ന 400 സീറ്റുകളിൽ 370 തങ്ങൾ നേടുമെന്ന് അവകാശപ്പെട്ട BJPയുടെയും നരേന്ദ്രമോദിയുടെയും തോൽവി മുന്നിൽ കണ്ടുള്ള പരക്കം പാച്ചിലായി മാത്രമേ കോൺഗ്രസിന് നേരെയുള്ള ഈ കടന്നാക്രമണത്തെ കാണാനാകൂ. നാഴികയ്ക്ക് 40 വട്ടം ഇത്ര സീറ്റ് കിട്ടുമെന്ന് ദേശീയ മാധ്യമങ്ങളെ ഉപയോഗിച്ച് BJP പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും അവരുടെ സ്വന്തം കണക്കനുസരിച്ച് 250 അക്കം കടക്കില്ല എന്നാണ് സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട മറ്റ് കക്ഷികൾക്കെതിരെയും BJP കടന്നാക്രമണം നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ വീഴ്ത്താൻ കോൺഗ്രസ് ഇതര കക്ഷികൾ ചുരുങ്ങിയത് 90 മുതൽ 100 സീറ്റ് നേടണമെന്നാണ് ഇന്ത്യ സഖ്യം കണക്ക് കൂട്ടുന്നത്. കോൺഗ്രസ് ലക്ഷ്യമിടുന്ന 110 മുതൽ 120 സീറ്റ് നേടിയാലും മറ്റ് കക്ഷികളും ഗണ്യമായി സീറ്റെണ്ണം ഉയർത്തിയാലേ BJPയെ കേവല ഭൂരിപക്ഷത്തിന് താഴെ എത്തിക്കാനാകൂ. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് താഴെയായാൽ അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാകുമെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ അനുമാനം. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത YSR കോൺഗ്രസ്, BJD അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ തേടാനും പ്രതിപക്ഷ നിരയിൽ ആശങ്കയുണ്ടാവില്ല.